10 മാസത്തോളം ചളിയിൽ കിടന്നു, നജസിൽ കിടന്നു മനുഷ്യൻ. ഇടുങ്ങിയ ലോകത്ത് നിന്ന് വിശാലമായ ഭൂമിയിലേക്ക് വന്നു. അവിടെ കിടക്കുമ്പോൾ ഇങ്ങനൊരു ലോകത്തേക്കാണ് വരുന്നതെന്ന ധാരണ ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നിട്ടും തൽക്കാലം വിവരങ്ങളില്ല. കുറെ ദിവസം കഴിഞ്ഞിട്ടല്ലേ ഞാൻ വന്നതൊരു ഇടുങ്ങിയ ലോകത്ത് നിന്നാണെന്നും ഇപ്പോൾ ഞാനൊരു വിശാലമായ ഭൂമിയിലാണെന്നും ഇവിടെ എനിക്കൊരുപാട് കാലമുണ്ടായി എന്നും നമുക്ക് ബോധ്യപ്പെട്ടത് പിന്നെയല്ലേ. എന്നാൽ മനുഷ്യ കുൻ ഫിദ്ദുനിയാ കഅന്നക ഗരീബ് ഔ അബിറു സബീൽ. ഈ ലോകവും നിനക്ക് കാലകാലമുള്ള ലോകമല്ല, ഇതൊരു യാത്ര മാത്രമാണ്. ഇവിടുന്ന് പോയാൽ വിശാലമായ ലോകത്ത് അവസാനിക്കാത്ത കാലം നീണ്ട ജീവിതം നയിക്കേണ്ടതുണ്ട്. അവിടെ ജീവിക്കുന്നവൻ ആരാണ്? അല്ലാഹുവിനെ അറിഞ്ഞവനാണ്, അല്ലാഹുവിലേക്ക് മനസ്സ് തിരിഞ്ഞവനാണ്, അല്ലാഹുവിന് കീഴ്പ്പെട്ടവനാണ്, അവനെ വണങ്ങിയവനാണ്, അവനെ വഴിപ്പെട്ടവനാണ്, അവൻ വിരോധിച്ച കള്ള് ഒഴിവാക്കിയവനാണ്, അവൻ വിരോധിച്ച വ്യഭിചാരത്തിന് പോകാത്തവനാണ്, അവൻ വിരോധിച്ച വഞ്ചന നടത്താത്തവനാണ്, അവൻ വിരോധിച്ച കള്ളം പറയാത്തവനാണ്, അവൻ വിരോധിച്ച കളവ് നടത്താത്തവനാണ്, അവൻ വിരോധിച്ച ബാപ്പമ്മയെ ധിക്കരിക്കുന്ന സ്വഭാവമില്ലാത്തവനാണ്, നാട്ടിന് നന്മ ചെയ്യുന്നവനാണ്, സൽക്കർമ്മി ജീവിച്ചവനാണ്. ആ ജീവിതം നയിക്കാൻ എന്ത് വേണം, എന്ത് വിശ്വസിക്കണം, എന്ത് പ്രവർത്തിക്കണം, അത് പഠിക്കാനുള്ള അറിവാണ് പരിശുദ്ധ ദീനിന്റെ അറിവ്. ആ അറിവ് നേടുന്ന സ്ഥാപനങ്ങൾ, ആ അറിവ് നേടിക്കൊടുക്കുന്ന സ്ഥാപനങ്ങൾ, അതിന് ബറക്കത്തുണ്ട്, സംശയം വേണ്ട. ഈ സ്ഥാപനത്തിന് നേർച്ച ചെയ്തിട്ട് വലിയ ബറക്കത്തുണ്ടായി എന്ന് നിങ്ങൾ കേട്ടുവല്ലോ. ഓ മുഅ്മിനീങ്ങളെ, ഇഖ്ലാസോടെയാണോ നമ്മുടെ പ്രവർത്തനം? പടച്ച റബ്ബിന്റെ പൊരുത്തമാണോ ലക്ഷ്യം? എങ്കിൽ നമ്മൾ തൊടുന്നതിനൊക്കെ ബറക്കത്തുണ്ടാകും, സംശയം വേണ്ട. ഈ സ്ഥാപനത്തിലും റബ്ബ് സുബ്ഹാനഹു വ തആല വലിയ ബറക്കത്തിനെയും ചൊരിച്ചു കൊടുക്കട്ടെ. ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. ഓ മുഅ്മിനീങ്ങളെ, മരണം നമ്മുടെ മുന്നിലുണ്ടെന്ന ബോധത്തോടെ ജീവിക്കാൻ നമുക്ക് കഴിയണം. എന്റെ ചെറുപ്പക്കാരായ കുട്ടികളെ, എന്റെ യുവാക്കളെ, ഏത് പ്രവർത്തനം നടത്തുമ്പോഴും മില്ലത അബീകും ഇബ്രാഹിം നബിയുടെ മില്ലത്ത് ഓർമ്മിക്കണം. ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനു ർകഉ വസ്ജുദു വഅബ്ദു റബ്ബക്കും വഫ്അൽ ഖൈറ ലഅല്ലകും തുഫ്ലിഹൂൻ. ഈമാനുള്ള ജനങ്ങളെ, നിങ്ങൾ റുക്കൂ ചെയ്യൂ, സുജൂദ് ചെയ്യൂ. അതിനർത്ഥം ഇടക്കിടക്ക് സുജൂദ് ചെയ്യണമെന്നല്ല കേട്ടോ, അങ്ങനെ ഒരു തരീക്കത്തിന്റെ അടുത്തുണ്ടായിരുന്നു. അങ്ങനല്ല, അതിന്റെ അർത്ഥം റുക്കൂ ചെയ്യണേ, സുജൂദ് ചെയ്യണേ എന്ന് പറഞ്ഞാൽ നിസ്കരിക്കണേ. അതിനങ്ങനെയാ പറഞ്ഞത്. ഹോട്ടലിൽ കയറിയിട്ട് ചോറ് വേണേ എന്ന് പറഞ്ഞാൽ അതാദ്യം തന്നെ വരുന്നത് ഉപ്പേരിയാണ്, പിന്നെ പപ്പടമാണ്, പിന്നെ അച്ചാറാണ്, പിന്നെ മീൻകറിയാണ്. പറഞ്ഞതെന്താണ്? ചോറാണ്. പക്ഷേ പ്രധാനപ്പെട്ട ചോറ് പറഞ്ഞപ്പോ മറ്റുള്ളതൊക്കെ അതിൽ ഉൾപ്പെട്ടു പോയി. ഇതുപോലെ അല്ലാഹു പറഞ്ഞു, റുകൂ ചെയ്യണേ, സുജൂദ് ചെയ്യണേ. അതിനർത്ഥം സല്ലൂ, നിങ്ങൾ നിസ്കരിക്കണേ. പ്രധാനപ്പെട്ടത് പറഞ്ഞതാണ്, മറ്റുള്ളത് പറയേണ്ടതില്ല. ഇരിക്കട്ടെ സഹോദരന്മാരെ. എന്നിട്ടല്ല പറഞ്ഞു, വഅബ്ദു റബ്ബക്കും, നിങ്ങളെ റബ്ബിന് നിങ്ങൾ ഇബാദത്തെടുക്കണേ. വഫ്അലുൽ ഖൈർ, നിങ്ങൾ നല്ല കാര്യം ചെയ്യണേ, നല്ല കാര്യം ചെയ്യണേ. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളാകും. ഇത് പറഞ്ഞിട്ട് റബ്ബ് പറഞ്ഞു, വജാഹിദൂ ഫില്ലാഹി ഹഖ്ക ജിഹാദി, അല്ലാഹുവിന്റെ പൊരുത്തം ലക്ഷ്യം വെച്ച് നിങ്ങൾ അങ്ങേയറ്റത്തെ കഠിനാധ്വാനം ചെയ്യണേ. സ്ഥാപനങ്ങൾ വളർത്തിയെടുക്കാൻ, ലോകത്തിന് നന്മ ചെയ്യാൻ, ആർഇസിയിലെ വിദ്യാർത്ഥികൾക്ക് ഇൽമു പഠിപ്പിക്കാൻ, ദർസിലെ മുതഅല്ലിമീങ്ങളെ വളർത്താൻ, നാട്ടിന് പുരോഗതിയുണ്ടാക്കാൻ, പാവപ്പെട്ടവരെ കണ്ണീരൊപ്പാൻ,
അതിനൊന്നും ചെറിയ പ്രയാസമല്ല, നല്ല പ്രയാസം നേരിടും. അത് നേരിടാൻ സന്നദ്ധത വേണം. വജാഹിദൂ ഫില്ലാഹി ഹഖ്ക ജിഹാദി. SYSന്റെ പ്രവർത്തകരെ, SSFന്റെ പ്രവർത്തകരെ, കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിക്കണം. മടിയന്മാരായിരിക്കരുത്. ഏതോ ഒരു മനുഷ്യന്റെ ദുന്യാവിലുള്ള സ്ഥാനമാനത്തിന് വേണ്ടി ഉറക്കമൊഴിച്ചിട്ട് എത്ര മാസമാണ് ജനങ്ങൾ ഉറക്കമൊഴിച്ച് കഠിനാധ്വാനം ചെയ്യുന്നത്? എന്തിന്? ഏതോ ഒരു മനുഷ്യൻ പഞ്ചായത്തിന് ജയിക്കാൻ, കോർപ്പറേഷനിൽ ജയിക്കാൻ, വേറൊരുത്തൻ MLA ആകാൻ, മറ്റൊരാള് മന്ത്രിയാകാൻ എത്ര ജനങ്ങളാ കഠിനാധ്വാനം ചെയ്യുന്നത്? നമ്മുടെ ആഖിറത്തിന് വേണ്ടി നമുക്കൊന്ന് ഉറക്കമൊഴിച്ചുകൂടെ? നമുക്കൊന്ന് പ്രവർത്തിച്ചുകൂടെ? SYSന്റെ പ്രവർത്തനങ്ങൾ സജീവമാക്കണം, SSFന്റെ പ്രവർത്തനങ്ങൾ സജീവമാകണം. നമ്മുടെ സ്ഥാപനങ്ങൾ വളർന്ന് പന്തലിക്കണം. അതിന് കഠിനാധ്വാനം ചെയ്യണം. വജാഹിദു ഫില്ലാഹി ഹഖ്ക ജിഹാദിഹി. അധ്വാനിക്കാൻ കഴിയുന്നതിന്റെ പരമാവധി നിങ്ങൾ അധ്വാനിക്കണം. ഇത് പറഞ്ഞിട്ട് റബ്ബ് പറയുകയാണ്, വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്. ഓ ജനങ്ങളെ, അല്ലാഹുവിന്റെ ദീനിൽ നിങ്ങൾക്ക് പ്രയാസങ്ങളൊന്നും അല്ലാഹു തന്നിട്ടില്ല. നിന്ന് നിസ്കരിക്കാൻ കഴിയാത്തവന് പിടിച്ചിട്ട് നിൽക്കാമല്ലോ, അതിനും കഴിയാത്തവന് ഇരുന്ന് നിസ്കരിക്കാമല്ലോ. കഴിയാത്തതൊന്നും റബ്ബ് കൽപ്പിച്ചിട്ടില്ല. ഇത് പറഞ്ഞുകൊണ്ട് റബ്ബദാ നമ്മളെ പഠിപ്പിക്കുന്നു, വജാഹിദൂ ഫില്ലാഹി ഹഖ്ക ജിഹാദിഹി ഹുവജ്തബാകും. ഹുവജ്തബാകും, അല്ലാഹയാണ് നിങ്ങളെ തെരഞ്ഞെടുത്തത്. നിങ്ങൾ കഠിനാധ്വാനം ചെയ്യണം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി. ഹുവജ്തബാകും, അവനാണ് നിങ്ങളെ തെരഞ്ഞെടുത്തത്. ദീനിന്റെ വക്താക്കളായി, ദീനിന്റെ പ്രവർത്തകരായി അല്ലാഹയാണ് നിങ്ങളെ തെരഞ്ഞെടുത്തത്. വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്. ദീനിൽ ഒരു പ്രയാസവും റബ്ബ് തന്നിട്ടില്ല. മില്ലത അബീക്കും ഇബ്രാഹിം. ഇബ്രാഹിം നബിയുടെ മില്ലത്ത് സ്വീകരിച്ച് നിങ്ങൾ നീങ്ങളും. ഇബ്രാഹിം നബിയുടെ മില്ലത്ത് അറിയാമല്ലോ. സ്വന്തം എളാപ്പ, അതാ സ്വന്തം പിതൃ സഹോദരൻ തെറ്റ് ചെയ്തപ്പോൾ എളാപ്പയെ വിളിച്ചത് ബാപ്പ എന്നാണ്. തെറ്റ് ചെയ്തവനെ ദുഷിച്ചും ശപിച്ചും മാറ്റി നിർത്തുന്നതിന് പകരം, തെറ്റ് ചെയ്തവരെ നിസ്സാരപ്പെടുത്തി നിന്ദിക്കുന്നതിന് പകരം, യാ അബതി ഫഅൽ യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. എളാപ്പയെ ബാപ്പ എന്ന് വിളിക്കുന്ന സ്വഭാവം, അതേ ശത്രുക്കളെ എന്റെ സുഹൃത്തുക്കളെ എന്ന് വിളിക്കുന്ന സ്വഭാവം, എതിരാളികളെ അതാ സ്വഭാവം കൊണ്ട് കീഴ്പ്പെടുത്തുന്ന ശൈലി, ആ ശൈലിയിലാണ് ദീനീ പ്രവർത്തനം നടക്കേണ്ടത്. ശത്രുവിനെ കൂടുതൽ ശത്രുതയിലേക്ക് നയിക്കുന്നതിന് പകരം വയദ്റഊന ബിൽ ഹസനത്തി സയ്യിആ, നന്മ കൊണ്ട് തിന്മയെ തടുക്കുന്ന സ്വഭാവം, അതല്ലേ ഇബ്രാഹിം നബിയുടെ മില്ലത്ത്. മില്ലത അബീക്കും ഇബ്രാഹിം. പക്ഷേ സ്വന്തം കാര്യത്തിന് വില കൽപ്പിക്കുന്നില്ല. പടച്ചവന്റെ കൽപ്പന വന്നപ്പോ സ്വന്തം ഭാര്യയെയും കുട്ടിയെയും ആരുമില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി പടച്ചവന്റെ മേലേൽപ്പിച്ചു വരുന്നതിനൊരൽപ്പവും മടിയില്ല. സ്വന്തം മകനെ അറുക്കാൻ പറഞ്ഞപ്പോ റബ്ബിന്റെ കൽപ്പനയ്ക്ക് വിധേയമാണ്.